السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, ഖിലാഫത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഖുലഫാഉർ റാഷിദീങ്ങൾ ആദ്യത്തെ രണ്ട് ഖലീഫമാരുടെ ചരിത്രം നേരത്തെ വിശദീകരിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നോണം മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതമാണ് ഇൻഷാ അല്ലാഹ് തുടർന്ന് അങ്ങോട്ട് വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ജീവിതം, അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സുദീർഘമായിട്ടുള്ളൊരു കാലഘട്ടം, പിന്നീട് ആദ്യത്തെ രണ്ട് ഖലീഫമാരോടൊപ്പമുള്ള കാലം, അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ഈ ഓരോ കാലയളവിലുള്ള സംഭവങ്ങളാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നമ്മളെല്ലാം അറിയാവുന്നത് പോലെ ഖുറൈശി ഗോത്രത്തിൽ ഉമയ്യ വംശത്തിൽ ആണ് അദ്ദേഹം ജനിക്കുന്നത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ബന്ധുവായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വംശപരമ്പര നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ പിതാമഹനായ, അതായത് ഉപ്പാൻ്റെ ഉപ്പ മൂന്നാമത്തെ പിതാമഹനായ അബ്ദു മനാഫിലാണത് വന്നു ചേരുന്നത്. അതായത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മൂന്നാമത്തെ പിതാമഹനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ പിതാമഹനും ഒരാളാണ്, ഒരു വ്യക്തിയിൽ വന്നു ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്ദു മനാഫ്. അപ്പോൾ ഈ അബ്ദു മനാഫിന് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അബ്ദു ഷംസ്, മറ്റൊന്ന് ഹാഷിം. അതിൽ അബ്ദു ഷംസിൻ്റെ സന്താന പരമ്പരയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അബ്ദു ഷംസ് അദ്ദേഹത്തിൻ്റെ മകനായ ബനു അബ്ദു ഷംസ്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഉമയ്യ. അതുകൊണ്ടാണ് ഈ ഒരു ഗോത്രത്തെ ബനു ഉമയ്യ അല്ലെങ്കിൽ ഉമവികളെന്ന് പിന്നീട് അറിയപ്പെടാനുള്ള കാരണം. അബ്ദു ഷംസ്, ഉമയ്യ, അബുൽ ആസ്, അഫ്ഫാൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അതാണ് ആ ഒരു സന്താന പരമ്പര. അതേ സന്ദർഭത്തിൽ അബ്ദു മനാഫിൻ്റെ മറ്റൊരു മകനായ ഹാഷിമിൻ്റെ സന്താന പരമ്പര, അതാണ് ബനു ഹാഷിം. അതിൽ ഹാഷിം, അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ള, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ അബ്ദു മനാഫിൻ്റെ ഈ രണ്ട് മക്കളുടെ, ഈ പുത്രന്മാരുടെ ഈ ഒരു രണ്ട് പുത്രന്മാരുടെ പരമ്പരയാണ് പിന്നീട് ഉമവികളെന്നും അബ്ബാസികളെന്നും അറിയപ്പെടുന്ന രണ്ട് ഗോത്രമായിട്ട് മാറുന്നത്. പ്രത്യേകം സൂചിപ്പിക്കാനുള്ള കാരണം, അപ്പോൾ നമുക്കറിയാം ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് ഉമവികളാണ്. ഉമവികൾ എന്നുള്ളത് അബ്ദു മനാഫിൻ്റെ മകനായ അബ്ദു ഷംസിൻ്റെ സന്താന പരമ്പരയിലുള്ള ആളുകളാണ് ഉമവികൾ. പിന്നീട് അവർക്ക് ശേഷം 19 വർഷക്കാലം ഉമവികൾ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നു. പിന്നീട് അതിനുശേഷം ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് അബ്ബാസികളാണ്. അബ്ബാസികൾ എന്നുള്ളത് അബ്ദു മനാഫിൻ്റെ ഇതര പുത്രനായ ഹാഷിമിൻ്റെ സന്താന പരമ്പരയിലുള്ള ആളുകളാണ് അബ്ബാസികൾ എന്നറിയപ്പെടുന്നത്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പിതാവിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവംശ പരമ്പര നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ ഒരു വംശപരമ്പര അല്ലെങ്കിൽ മാതൃവംശം പരിശോധിക്കുന്ന സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതായത് തെളിച്ചു പറഞ്ഞാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവായിരുന്ന അറുവയുടെ മാതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളയുടെ സഹോദരിയായിരുന്നു. അതായത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വല്യമ്മ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരിയായിരുന്നു. ആ ഒരു അർത്ഥത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 5.5 വയസ്സ് പ്രായം കുറവായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്. അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രകൃതിയെ സംബന്ധിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ഇളം ചുവപ്പ് നിറമായിരുന്നു, മെലിഞ്ഞ ശരീരം, തിങ്ങി നിറഞ്ഞ താടി, ചെവിക്ക് താഴെ വെട്ടിയൊരുക്കിയ മുടി, വളരെ സുമുഖനായൊരു ചെറുപ്പക്കാരനായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ചെറിയ പ്രായത്തിൽ തന്നെ, അദ്ദേഹം കൗമാരപ്രായത്തിൽ ഉണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പിതാവ് അഫ്ഫാൻ മരണപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അഫ്ഫാൻ ഖുറൈശികൾക്കിടയിൽ ധനാഢ്യനായി അറിയപ്പെടുന്നൊരു വളരെ സമ്പന്നനായിരുന്ന ഒരു വ്യാപാരിയായിരുന്നു പിതാവ് അഫ്ഫാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് 17 വയസ്സ് പ്രായമുണ്ടാകുന്ന സന്ദർഭത്തിൽ പിതാവ് അഫ്ഫാൻ അദ്ദേഹത്തിൻ്റെ കച്ചവട ആവശ്യാർത്ഥം സിറിയയിലേക്ക് യാത്രയാകുന്നു. അദ്ദേഹം കച്ചവട ശേഷം സിറിയയിൽ നിന്നും മടങ്ങി വരുന്ന വഴി യാത്രാമധ്യേ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുകയാണ്. പിതാവ് മരണപ്പെടുന്ന സന്ദർഭത്തിൽ ധാരാളം സ്വത്ത് വിട്ടേച്ചുകൊണ്ടാണ് പിതാവ് മരണപ്പെടുന്നത്.
ഈ സ്വത്തുക്കൾ ഏറ്റെടുത്ത് പിതാവിൻ്റെ അതേ പാതയിൽ പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുടരുകയാണ്. അദ്ദേഹവും അറിയപ്പെട്ട ഒരു കച്ചവടക്കാരനാകുന്നു. പിന്നീട് ഏതാനും വർഷങ്ങൾ കൊണ്ട് ഖുറൈശികളിൽ ഏറ്റവും സമ്പന്നന്മാരിൽ ഒരാളായിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമൂഹത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത് തന്നെ ഉസ്മാൻ അൽ ഖനി, ധനാഢ്യനായ ഉസ്മാൻ എന്നായിരുന്നു ആ ഒരു സമൂഹത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത്. അത്രയേറെ സമ്പത്തിൻ്റെ ഉടമയാണെങ്കിലും വളരെ മഹത്തായൊരു സ്വഭാവം കൂടെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. വളരെ മഹത്തായൊരു സ്വഭാവത്തിൻ്റെ ഉടമ കൂടെയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ എല്ലാവരാലും ആദരിക്കപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ആ ഒരു എല്ലാ അർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വം കാരണം ഖുറൈശികളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ വല്ലാതെ സ്നേഹിച്ചു. അവർ അദ്ദേഹത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ നാട്ടിലുള്ള ഉമ്മമാർ മക്കളെ താരാട്ട് പാടി ഉറക്കുന്ന സന്ദർഭത്തിൽ അവർ ആ താരാട്ടുപാട്ടിൽ അവർ പാടാറുള്ള ഒരു വരി, ഒഹിബ്ബുക വർ റഹ്മാനി ഹുബ്ബു ഖുറൈശിൻ ലി ഉസ്മാനി, എനിക്ക് നിന്നോടുള്ള സ്നേഹം ഖുറൈശികൾക്ക് ഉസ്മാനോടുള്ളത് പോലെയാണ്. ആ ഒരു വരി മാതാക്കൾ മക്കളെ പാട്ട് പാടി ഉറക്കുന്ന സന്ദർഭത്തിൽ അവർ പാടുവാൻ അത്രയേറെ ഖുറൈശികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞയക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. വല്ലാത്തൊരു സാഹചര്യത്തിൽ സ്വഹാബികൾക്കിടയിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ ഒരു അദ്ദേഹത്തിന് ഖുറൈശികളുമായിട്ടുള്ള ആ ഒരു ബന്ധം പരിഗണിച്ചാണ്. അത്രയേറെ ഖുറൈശികൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. സത്യസന്ധനായിട്ടുള്ള വ്യാപാരി, ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ജാഹിലിയ കാലഘട്ടത്തിലുള്ള അറബികളുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും കുത്തഴിഞ്ഞ ഒരു ജീവിതം നയിച്ച ആ ഒരു സമൂഹത്തിൽ, ഇരുളുമൂടിയ ആ ഒരു സമൂഹത്തിൽ വളരെ പവിത്രമായിട്ടുള്ളൊരു ജീവിതം അദ്ദേഹം നയിച്ചു എന്നുള്ളത് സുബ്ഹാനല്ലാഹ്. വിവാഹത്തിന് മുമ്പ് അദ്ദേഹം ഒരു സ്ത്രീയെപ്പോലും അന്യായമായിട്ട് നോക്കുകയോ സ്പർശിക്കുകയോ ചെയ്തിരുന്നില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം മദ്യം കൈകൊണ്ട് സ്പർശിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ആ ഒരു ജാഹിലിയത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും പവിത്രമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമുമായിട്ട് വന്ന സന്ദർഭത്തിൽ അദ്ദേഹം അത് വളരെ എളുപ്പത്തിൽ തന്നെ ആ ഇസ്ലാമിലേക്ക് അദ്ദേഹം ആകൃഷ്ടനാവുകയും അത് സ്വീകരിക്കുകയും ചെയ്തു. കാരണം നല്ല ആളുകൾക്ക് നല്ലത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. നല്ല ഹൃദയത്തിൻ്റെ ഉടമകൾ എപ്പോഴും നല്ലതിലേക്ക് ആകൃഷ്ടരായിരിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദേശവുമായി വന്ന സന്ദർഭത്തിൽ യാതൊന്നും ചിന്തിക്കാതെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഒരല്പം കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കപ്പെട്ട 4ാമത്തെ വ്യക്തിയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പിന്നീട് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. 4ാമതായിട്ട് ഇസ്ലാം സ്വീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിന് ഈ ഒരു സന്ദേശം കൈമാറുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് ഇസ്ലാമിൻ്റെ ദഅവത്ത് നൽകിയ വ്യക്തി കൂടെയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന മറ്റൊരു സംഭവം, ആധികാരികമായിട്ട് ഇബ്നു സഅദിൻ്റെ തബഖാത്തിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ടുള്ളൊരു സംഭവം, അദ്ദേഹം കച്ചവടാവശ്യാർത്ഥം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം സിറിയയിലേക്ക് യാത്രയാവുകയാണ്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ്. അദ്ദേഹം സിറിയയിലേക്ക് യാത്രയാകുന്നു. അവിടെ കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി അവർ യാത്രാ ക്ഷീണം കാരണം ഒരു സ്ഥലത്ത് അവർ തങ്ങാൻ വേണ്ടി തമ്പടിക്കുകയാണ്. അപ്പം അവിടെ അദ്ദേഹം കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ ഉറക്കമധ്യേ അദ്ദേഹം ഉറക്കത്തൊരു അശരീരി കേൾക്കുകയാണ്. ഒരാൾ വിളിച്ചു പറയുന്നതായിട്ട് അദ്ദേഹം ഉറക്കത്ത് കേൾക്കുകയാണ്. മയങ്ങിക്കിടക്കുന്നവനെ ഉണരുക, മക്കയിൽ അഹമ്മദ് എന്ന പേരിലൊരു പ്രവാചകൻ സത്യവുമായി വന്നിരിക്കുന്നുവെന്ന് ഉള്ള ഒരു വലിയ ഉറക്കത്തിലുള്ള അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ഈ രൂപത്തിലുള്ള ഒരു അശരീരി അദ്ദേഹം കേൾക്കുകയും അദ്ദേഹം ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്തു. ഞെട്ടി എഴുന്നേറ്റ് അദ്ദേഹം സമീപത്തേക്ക് നോക്കിയ സന്ദർഭത്തിൽ അവിടെ ആരെയും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. അദ്ദേഹം പിന്നീട് മക്കയിൽ തിരിച്ചെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം ഉറ്റമിത്രമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ യാത്രാവേളയിലുള്ള ഈ ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ട ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഇസ്ലാമിൻ്റെ ഈ ഒരു മനോഹരമായിട്ടുള്ള ആശയം അദ്ദേഹത്തിന് കൈമാറുന്നു.
പിന്നീട് അദ്ദേഹത്തെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് പോകുന്നു. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പിന്നീട് നമുക്കറിയാം, അദ്ദേഹം അറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് ലഖബായിട്ട് അറിയപ്പെടുന്നത് ദുന്നൂറൈൻ എന്നുള്ള പേരാണ്. ഇരട്ട പ്രകാശത്തിൻ്റെ ഉടമ എന്ന പേരിലാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. ആ പേര് ആരാണ് അദ്ദേഹത്തിന് നൽകിയതെന്ന് കൃത്യമായിട്ട് വ്യക്തമല്ല. പക്ഷേ ഈ ഒരു പേര് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള കാരണം നമുക്കെല്ലാം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പുത്രിമാർ അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നു. അപൂർവമായിട്ടുള്ളൊരു സൗഭാഗ്യത്തിൻ്റെ ഉടമയാണ്. അതായത് ഒരു പ്രവാചകൻ്റെ 2 പുത്രിമാരെയും വിവാഹം കഴിക്കാനുള്ള അപൂർവ സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിമാരായ റുഖയയും അതേപോലെ തന്നെ ഉമ്മു കുൽസും, ഈ 2 മക്കളെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ 2 മക്കളും ജാഹിലിയ കാലഘട്ടത്തിൽ അബൂലഹബിൻ്റെ 2 ആൺകുട്ടികൾക്ക് പറഞ്ഞുറപ്പിച്ചതായിരുന്നു. അബൂലഹബിൻ്റെ മൂത്ത മകനായ ഉത്ബക്ക് റുഖയയെയും അതേപോലെ തന്നെ അബൂലഹബിൻ്റെ ഇളയ മകനായ ഉത്തൈബക്ക് ഉമ്മു കുൽസൂമിനെയും ആദ്യമേ പറഞ്ഞുറപ്പിച്ചതായിരുന്നു. പിന്നീട് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ അബൂലഹബ് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടുത്ത വിരോധിയായിട്ട് മാറി. അബൂലഹബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂലഹബ് ഏറ്റവും വലിയ ശത്രുവായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും പ്രവാചകനോടുള്ള അതിയായ വിരോധം കാരണം തൻ്റെ ആൺകുട്ടികളോട് ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടി അദ്ദേഹം ആൺകുട്ടികളോട് കൽപ്പിക്കുകയും ആ വിവാഹം മുടക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, വിവാഹം മുടങ്ങുക എന്ന് വെച്ചാൽ ഏതൊരു സമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ മനപ്രയാസം അവർ അനുഭവിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത മനപ്രയാസം അതുണ്ടാക്കി. പക്ഷേ അൽഹംദുലില്ലാ ഒരല്പകാലത്തിന് ശേഷം അതിൽ റുഖയ്യയെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. ഈ വിവാഹം നടക്കുന്ന സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് 35 വയസ്സ് പ്രായമായിരുന്നു. വിവാഹത്തിന് ശേഷം അവർ വളരെ സന്തുഷ്ടമായിട്ടുള്ള, വളരെ സ്നേഹത്തോടു കൂടെയുള്ള സന്തുഷ്ടമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് നമുക്കറിയാം, മക്കയിൽ ദിവസം കഴിയുന്തോറും മക്കയിലെ സാഹചര്യം വളരെ മോശമായിട്ട് വരികയാണ്. ശത്രുക്കളുടെ പീഡനം വർദ്ധിച്ചു വരുന്നു. അമ്മാറിനെയും യാസിറിനെയും എല്ലാം അവർക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പം ശത്രുക്കളുടെ പീഡനം സഹിക്കവയ്യാതായ സന്ദർഭത്തിൽ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ അവർ ഹിജറ പോകുന്നുണ്ട്. ആദ്യത്തെ ഹിജറ, ആ ഹിജറ അതായത് ആദ്യമായിട്ട് മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ എത്യോപ്യയിലേക്ക്, അബിസീനിയയിലേക്ക് അവർ ഹിജറ പോകുന്നുണ്ട്. ആദ്യത്തെ ആ ഹിജറയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും തൻ്റെ ഭാര്യയും കൂട്ടി അദ്ദേഹവും എത്യോപ്യയിലേക്ക് ഹിജറ പോകുന്നുണ്ട്. ആ ഹിജറയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തു. ഹിജറ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് പ്രവാചക പുത്രിയായിരുന്ന റുഖയ്യ റളിയല്ലാഹു അൻഹ, അവർ ഗർഭിണിയായിരുന്നു. പിന്നീട് അവർ എത്യോപ്യയിലെത്തി. അവിടെ വെച്ചുകൊണ്ടാണ് അവർക്ക് ആദ്യത്തെ സന്താനമുണ്ടാകുന്നത്. ആ സന്താനത്തിന് അവർ അബ്ദുള്ള എന്ന പേര് നൽകി. ആ സന്താനം കൂടുതൽ കാലം ആ മകന് ജീവിച്ചിട്ടില്ല. 6 വർഷം മാത്രമാണ് ആ മകന് ജീവിച്ചത്. 6 വർഷം കഴിഞ്ഞ് മദീനയിൽ വെച്ചുകൊണ്ട് പിന്നീട് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ മകന് മരണപ്പെടുകയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത്, ചരിത്രം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ എത്യോപ്യയിലേക്ക് ഒരു വിഭാഗം ആളുകൾ ഹിജറ പോയി. മക്കയിലുള്ള ആ സാഹചര്യം മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടെന്നുള്ളൊരു കിംവദന്തി മക്കയിൽ പരക്കുകയാണ്. അതിനൊരു പശ്ചാത്തലമുണ്ട്, വിശദീകരിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്ത് നജ്മ് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ, സൂറത്ത് നജ്മ് വളരെ ശക്തമായിട്ടുള്ളൊരു സൂറത്താണ്. ആ സൂറത്ത് അവതരിക്കപ്പെട്ട സന്ദർഭത്തിൽ ആ സൂറത്തിൻ്റെ അവസാനത്തിലൊരു സജദയുടെ അല്ലെങ്കിൽ സുജൂദിൻ്റെ ആയത്തുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായിട്ട് ആ സൂറത്ത് പാരായണം ചെയ്ത് നമസ്കരിച്ച് അവസാനം സുജൂദിലേക്ക് പോയ സന്ദർഭത്തിൽ അത് ശ്രവിച്ചുകൊണ്ടിരുന്ന ശത്രുക്കളായിട്ടുള്ള ആളുകളും പരിശുദ്ധ ഖുർആൻ്റെ ആ മാസ്മരിക അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ്റെ സ്വാധീനം കാരണം അവരും അറിയാതെ സുജൂദിലേക്ക് വീണുപോയി. സുബ്ഹാനല്ലാഹ്, അത്രയും പരിശുദ്ധ ഖുർആൻ്റെ ആ സ്വാധീനമാണ് കാണിക്കുന്നത്. അപ്പോൾ മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളെല്ലാം സുജൂദിലേക്ക് പോയി. അപ്പോൾ ആ രൂപത്തിൽ ഒരു സംഭവം അവിടെ ഉണ്ടായി. അതേ സന്ദർഭത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹുവും ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയ സന്ദർഭത്തിൽ മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾക്ക് മുസ്ലിങ്ങളോട് അനുകൂലമായിട്ടുള്ളൊരു നിലപാടുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി മുതൽ മുസ്ലിങ്ങൾക്ക് ഒരു പീഡനവും മക്കത്ത് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ള രൂപത്തിലുള്ളൊരു കിംവദന്തി മക്കത്ത് പടരുകയും അത് സ്വാഭാവികമായിട്ടും ആ ഒരു വാർത്ത അബിസീനിയയിൽ എത്തുകയും ചെയ്തു. അപ്പോൾ അബിസീനിയയിലേക്ക് ഹിജറ പോയ ആളുകൾ ഈ ഒരു വാർത്ത കേട്ട സന്ദർഭത്തിൽ അവർ ചിന്തിക്കുകയാണ്, പിന്നെ എന്തിനാണ് നമ്മൾ
സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് എന്തിനാണ് നമ്മൾ മറ്റൊരു നാട്ടിൽ വന്ന് നിൽക്കുന്നത്? സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമല്ലോ എന്ന് കരുതിയിട്ട് ഹിജറ പോയൊരു വിഭാഗം ആളുകൾ അവർ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അവർ മക്കയുടെ പരിസരത്തെത്തിയ സന്ദർഭത്തിലാണ് അവർ കേട്ട ആ വാർത്ത വ്യാജമാണെന്ന് അവർ മനസ്സിലാകുന്നത്. ആ തിരിച്ചു വന്ന കൂട്ടത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഭാര്യ റുഖയ്യ റളിയല്ലാഹു അൻഹയും അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ചെത്തി, വാർത്ത വ്യാജാണെന്ന് അറിഞ്ഞു. പക്ഷേ എങ്കിലും അവർ വീണ്ടും തിരിച്ചു പോകാൻ അവർ സന്നദ്ധമായില്ല. അവർ മക്കയിൽ തന്നെ താമസിച്ചു. ആദ്യത്തെ ഹിജറയിൽ അദ്ദേഹം പങ്കെടുത്തു. ആ ഹിജറയിൽ അദ്ദേഹം പിന്നീട് മക്കയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ, രണ്ടാമത്തെ ഹിജറ, മദീനയിലേക്കുള്ള ഹിജറ. ആ ഹിജറയിലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തു. അദ്ദേഹം മദീനയിലേക്ക് ഹിജറ പോയി. ഈ രണ്ട് ഹിജറയും അദ്ദേഹം നിർവഹിക്കാനുള്ള അപൂർവ സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ദുൽ ഹിജറത്തൈൻ, ആ രണ്ട് ഹിജറ പങ്കെടുക്കാനുള്ള അപൂർവ സൗഭാഗ്യം ലഭിച്ച വ്യക്തി കൂടെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനയിലേക്ക് പോകുന്നു. അദ്ദേഹം മക്കയിൽ നിന്നും സമ്പാദിച്ച മുഴുവൻ സമ്പത്തുമായിട്ടാണ് അദ്ദേഹം മദീനയിലേക്ക് പോകുന്നത്. അപ്പോൾ മദീനയിൽ സാഹചര്യങ്ങളെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യമാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് മദീനയിൽ അവർക്ക് കാണേണ്ടി വന്നത്. അതായത് നമുക്കറിയാം, മദീനയിലുള്ള അൻസാരികളായിട്ടുള്ള ആളുകൾ അവർ പ്രധാനമായിട്ടും ഉപജീവന മാർഗമായിട്ട് അവർ സ്വീകരിച്ചിരുന്നത് കൃഷിയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം അവർ കൃഷിയേക്കാൾ കൂടുതൽ അവർ ഉപജീവന മാർഗമായിട്ട് അവരുടെ ആശ്രയ മാർഗം എന്നുള്ളത് കച്ചവടമായിരുന്നു. പക്ഷെ മദീനയിലെ വ്യാപാര മേഖലയെല്ലാം പ്രധാനമായിട്ടും അത് കൈയടക്കി വെച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരാണ്. മദീനയിലുള്ള മുസ്ലിങ്ങൾ, അവർ വളരെ കുറച്ച് മുസ്ലിങ്ങൾ മാത്രമേ ഈ ഒരു മാർഗത്തിൽ ഏർപ്പെട്ടിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ അനുകൂല സാഹചര്യം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ മുഹാജിറുകളായിട്ടുള്ള കച്ചവടക്കാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിലെടുത്തു പറയേണ്ട ആളുകളാണ് ഒന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. എല്ലാം ഇട്ടേച്ചുകൊണ്ട് അദ്ദേഹം മക്കയിൽ നിന്നും മദീനയിലേക്ക് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരി കുടുംബത്തോടൊപ്പം ഒരു അൻസാരിയോടൊപ്പം അദ്ദേഹത്തെ താമസിപ്പിക്കുന്നു. ഈ അൻസാരി ആയിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ പകുതി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം സ്നേഹത്തോടു കൂടെ നിരസിച്ചുകൊണ്ട് പറയുന്നത്, എനിക്ക് താങ്കളുടെ സമ്പത്തൊന്നും വേണ്ട, പക്ഷേ എനിക്ക് നിങ്ങൾ മാർക്കറ്റ് ഒന്ന് കാണിച്ചു തന്നാൽ മതി. അപ്പോൾ ഈ അൻസാരി ആയിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന് മാർക്കറ്റ് കാണിച്ചു കൊടുക്കുന്നു. ഒരല്പ കാലഘട്ടം കൊണ്ട് അദ്ദേഹം വലിയ സമ്പന്നനായിട്ട് അവിടെ മാറുകയാണ്. അത്രയേറെ കച്ചവടത്തിൽ നൈപുണ്യമുള്ള വ്യക്തികളായിരുന്നു ഇവർ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അവിടെ കച്ചവടം നടത്തുന്നു. ഒരല്പ കാലഘട്ടം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പേര് ഉസ്മാൻ അൽ ഖനി, അല്ലെങ്കിൽ ധനാഢ്യനായിട്ടുള്ള ഉസ്മാൻ എന്നുള്ള പേര് മദീനയിൽ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുകയാണ്. ഇപ്പോൾ ഇത്രയേറെ സമ്പത്തിൻ്റെ ഉടമയാണെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വാരിക്കോരി ചെലവഴിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുണ്ടായിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുണയായിട്ട് വരുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളാണ്. എവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് അവിടെയെല്ലാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സാമ്പത്തിക സഹായവുമായിട്ട് എത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്ത് നൽകി അനുഗ്രഹിച്ചു. ആ സമ്പത്ത് അദ്ദേഹം സന്തോഷത്തോടു കൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ചെലവഴിക്കാനും സന്നദ്ധമാവുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മദീനയിൽ നിരവധി സംഭവങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മദീനയിൽ മുസ്ലിങ്ങൾ എത്തിയ സന്ദർഭത്തിൽ അവർക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയൊരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ കുടിവെള്ളത്തിൻ്റെ ലഭ്യതയായിരുന്നു. മക്കയെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നമുക്കറിയാം അവർക്ക് ഫ്രീ ആയിട്ട് സംസം അവർക്ക് ലഭ്യമാണ്. പക്ഷേ അതേ സന്ദർഭത്തിൽ മദീനയിൽ ഫ്രീ ആയിട്ട് അവർക്ക് കുടിവെള്ളം ലഭ്യമായിരുന്നില്ല. അവർക്ക് ഏക ആശ്രയമായിട്ടുണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്നൊരു കിണറാണ്, ബിർ റൂമ എന്നറിയപ്പെടുന്ന ഒരു കിണർ. ആ കിണറാണെങ്കിൽ ഒരു ജൂതൻ്റെ കൈവശമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മദീനയിലുള്ള മുസ്ലിങ്ങൾ, മുഹാജിറുകളായിട്ടുള്ള മുസ്ലിങ്ങൾ, അവർ കുടിവെള്ളത്തിന് വേണ്ടി ഓരോ ബക്കറ്റ് വെള്ളത്തിനും അദ്ദേഹം നല്ലൊരു തുക ഈടാക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഓരോ ദിവസവും 300-ലേറെ മുഹാജിറുകൾക്ക് പണം കൊടുത്ത് വെള്ളം വാങ്ങുക എന്ന് വെച്ചാൽ വലിയൊരു തുക അതിന് തന്നെ വേണ്ടി വരും. അപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ മുസ്ലിങ്ങൾ അകപ്പെടുകയാണ്. ഈ ഒരു പ്രതിസന്ധി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബോധിപ്പിക്കുകയാണ്. പ്രവാചകനോട് ഈ ഒരു പ്രയാസം അവർ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള വാക്ക്, മൻ യസ്തരി ബിർ റൂമ വലഹുൽ ജന്ന.
ആരെങ്കിലും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ ബിഅ്റു റൂമ വാങ്ങിത്തരികയാണെങ്കിൽ അവർക്ക് സ്വർഗമുണ്ട്, വലഹുൽ ജന്ന, സ്വർഗമാണ് ഓഫറായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു വാഗ്ദാനം കേട്ടയുടൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വരുന്നു. അദ്ദേഹം ആ കിണറിൻ്റെ ഉടമയായ ജൂതനെ അദ്ദേഹം പോയി കാണുന്നു. ജൂതനുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. ഈ ജൂതനായ വ്യക്തി അദ്ദേഹം ആ കിണർ വിൽക്കാൻ സന്നദ്ധനാവുന്നില്ല, സ്വാഭാവികമായിട്ട്. കാരണം നമുക്കറിയാം നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്രോതസ്സാണ്. അദ്ദേഹം അത് വിൽക്കാൻ സന്നദ്ധനാവുന്നില്ല. വീണ്ടും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് സംസാരിച്ച് വില പേശി അവസാനം 35,000 ദിർഹം നൽകിക്കൊണ്ടാണ് ആ ഒരു കിണർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് വേണ്ടി സ്വന്തമാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. 35,000 ദിർഹം ചെറിയൊരു സംഖ്യ ഒന്നല്ല. ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു മൂല്യവുമായിട്ട് തട്ടിച്ചു നോക്കുന്ന സന്ദർഭത്തിൽ വലിയൊരു തുകയാണ്. അതായത് ഏകദേശം 1 കോടിയുടെ അടുത്ത് വരുന്ന ഭീമമായിട്ടുള്ളൊരു തുകയാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അതിന് പകരമായിട്ട് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്തത് സ്വർഗമാണ്. സുബ്ഹാനല്ലാഹ്. പിന്നീട് മദീനയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ രണ്ടാമതായി സംഭവിക്കുന്നത് ബദറിൻ്റെ സന്ദർഭത്തിൽ, ബദറിൻ്റെ വേളയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെടുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിലക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ശക്തമായ രോഗം ബാധിച്ച് കിടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ബദർ അരങ്ങേറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയുമായ റുഖയ്യ റളിയല്ലാഹു അൻഹ അതിശക്തമായ രോഗം ബാധിച്ച് കിടക്കുന്ന സന്ദർഭത്തിലാണ് ബദർ നടക്കുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് താങ്കൾ ഭാര്യയെ പരിചരിച്ച് വീട്ടിലിരിക്കേണ്ടതുണ്ട്, അതാണ് താങ്കൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിലക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ട് അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ കഴിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഒരു ബദരിയായിട്ട് പരിഗണിച്ചുകൊണ്ട് തന്നെ ഗനീമത്ത് സ്വത്ത്, അതായത് ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് നൽകിയ അതേ അളവിൽ ഗനീമത്ത് സ്വത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നൽകുകയും ചെയ്തു. അതായത് യുദ്ധത്തിൽ പങ്കെടുക്കാതെ തന്നെ അദ്ദേഹം ബദരിയായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു വിഭാഗം ആളുകൾ വധിക്കുന്ന സന്ദർഭത്തിൽ അവർ, ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കും, അവർ നിരവധി ആരോപണങ്ങളിൽ പറഞ്ഞ കൂട്ടത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണങ്ങളിൽ ഒന്ന് ഇതായിരുന്നു, അദ്ദേഹം ബദറിൽ പങ്കെടുത്തില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇതാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അദ്ദേഹത്തോട് കൽപ്പിക്കുന്നത് താങ്കൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന്. സുബ്ഹാനല്ലാഹ്. പിന്നീട് ബദറിൻ്റെ ആ ഒരു വിജയ വാർത്ത അറിയിക്കാൻ വേണ്ടി സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കേൾക്കുന്ന വാർത്ത റുഖയ്യയുടെ മരണവാർത്തയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ബദറിൽ മുസ്ലിങ്ങൾ ആ വിജയിച്ചതിൻ്റെ ആനന്ദം പങ്കുവെക്കുന്ന സന്ദർഭത്തിൽ അതേ സന്ദർഭത്തിൽ അവർക്കുണ്ടായ മറ്റൊരു ദുഃഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയുമായ റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ മരണമാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം മുസ്ലിങ്ങൾ നേടിയ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രവാചകൻ്റെ പുത്രിയുടെ മരണവാർത്തയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. യുദ്ധം കഴിഞ്ഞ്, അതുകൊണ്ട് തന്നെ യുദ്ധത്തിലായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനാസയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. ബദർ കഴിഞ്ഞ് വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് വേണ്ടി ജനാസ നമസ്കരിക്കുകയും ചെയ്തു. ഈ റുഖയ്യ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു അവർക്കൊരു സന്താനം ഉണ്ടായിരുന്നു. അവരുടെ മകൻ അബ്ദുള്ളക്ക് പ്രായം വെറും 3 വയസ്സ് മാത്രമായിരുന്നു. ആ 3 വയസ്സുള്ള മകനെ വിട്ടേച്ചുകൊണ്ടാണ് റുഖയ്യ റളിയല്ലാഹു അൻഹു അള്ളാഹുവിലേക്ക് യാത്രയായത്. ഇതേ സമയത്ത് തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അവരുടെ ഭർത്താവും ബദറിൽ മരണപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉമറിൻ്റെ മകളും വിധവയാവുകയാണ് ബദറിന് ശേഷം. അപ്പം അതുകൊണ്ട് തന്നെ ബദർ കഴിഞ്ഞ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് തൻ്റെ മകൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കുകയാണ്. കാരണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയും മരണപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വിവാഹാലോചന നടത്തിയ സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മാനസികമായിട്ട് വല്ലാതെ അത് വിഷമിപ്പിച്ചു. എന്തുകൊണ്ടാണ് തൻ്റെ ഉറ്റ മിത്രമായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ രൂപത്തിൽ മറുപടി പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. യഥാർത്ഥത്തിൽ
ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ രൂപത്തിലൊരു മറുപടി പറയാനുള്ള കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യപ്പെട്ടിരുന്നു. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വിവാഹത്തിലൂടെ ഉമർ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ഈ ഒരു പ്രവാചകൻ്റെ താല്പര്യം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണ് അദ്ദേഹം തന്ത്രപൂർവ്വ വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. അത് പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിക്കുകയും അതേ സന്ദർഭത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ പുത്രിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വീണ്ടും വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് വിവാഹങ്ങളും ഒരേ സമയത്താണ് നടക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹഫ്സ റളിയല്ലാഹു അൻഹയും അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ്റെ പുത്രിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും ഈ രണ്ട് വിവാഹവും ഒരേ സന്ദർഭത്തിലാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രണ്ട് പെൺകുട്ടികളും അബൂലഹബിൻ്റെ മക്കൾക്ക് പറഞ്ഞു വെച്ചതായിരുന്നു. അതിൽ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ അവരെ അബൂലഹബിൻ്റെ ഇളയ മകനായ ഉത്തൈബക്ക് പറഞ്ഞു വെച്ചതായിരുന്നു. ഉത്തൈബ ആ വിവാഹത്തിൽ നിന്നും പിതാവിൻ്റെ നിർബന്ധം കാരണം ആ ഉത്തൈബ വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്ന് മാത്രമല്ല, അദ്ദേഹം അതായത് അബൂലഹബിൻ്റെ മകന് വളരെ മോശമായ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിച്ചത്. മകളെ വിവാഹമോചനം ചെയ്തത് പോരാഞ്ഞിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പ്രവാചകൻ്റെ കോളറ് പിടിച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയും ചെയ്തു. അത്രയും പ്രവാചകനോട് വിരോധം കാണിച്ച ആ ഒരു ഉത്തൈബ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം ബുദ്ധിമുട്ടിക്കുകയാണ്, അബൂലഹബിൻ്റെ മകൻ ഉത്തൈബ. ഈ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശക്തമായിട്ടുള്ള വേദന കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് മനോഹരമായിട്ടൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇബ്നു ഇസ്ഹാഖിൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അക്കലക്ക കൽബും മിൻ കലാബില്ല, അള്ളാഹുവിൻ്റെ നായ്ക്കളിൽ ഒരു നായ നിന്നെ ഭക്ഷിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തൈബയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് വന്ന ആ പ്രാർത്ഥന അത് കേട്ട സന്ദർഭത്തിൽ ഉത്തൈബക്ക് വല്ലാത്ത ഭയം തോന്നി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് വന്ന യാതൊന്നും അത് നടക്കാതിരുന്നിട്ടില്ല. പിന്നീട് നമ്മൾ ഒരല്പ ചരിത്രം നോക്കുന്ന സന്ദർഭത്തിൽ, ഒരല്പം കൂടെ കഴിയുന്ന സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത് ഈ ഉത്തൈബ പിന്നീട് അദ്ദേഹം സിറിയയിലേക്ക് ഇതേ രൂപത്തിൽ കച്ചവട ആവശ്യാർത്ഥം അദ്ദേഹം യാത്രയാവുകയാണ്. തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ യാത്രാ വഴിമധ്യേ അദ്ദേഹം ഒരു സ്ഥലത്ത് അവർ തമ്പടിക്കുകയാണ്. തമ്പടിച്ച് അവർ രാത്രി ഉറങ്ങാൻ കിടന്ന സന്ദർഭത്തിൽ ഒരു സിംഹം ആ ടെൻറ്റിലേക്ക് വരികയും ഉത്തൈബയുടെ ടെൻറ്റ് കൃത്യമായിട്ട് ആ സിംഹം ആ ഒരു ടെൻറ്റിലേക്ക് പോയിട്ട് അവിടെ വെച്ചുകൊണ്ട് ഉത്തൈബയെ ആ സിംഹം ഭക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ചരിത്ര സംഭവം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥന അക്കലക്ക കൽബും മിൻ കലാബില്ല, ഈ ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുന്നത്. അതായിരുന്നു ഉത്തൈബയുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം. അതിനുശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ അവർ വിവാഹം കഴിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ്റെ രണ്ടാമത്തെ പുത്രിയെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നു. 7 വർഷത്തോളം അവർ ഒരുമിച്ച് ജീവിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വർഷം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന അവസാനത്തെ വർഷം ഹജ്ജത്തുൽ വിദാഇൻ്റെ ഒരല്പം മുമ്പ് ഹിജ്റ വർഷം 9 ശഅബാൻ മാസത്തിലാണ് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പുത്രിയും രണ്ടാമത്തെ പുത്രിയും അവിടെ മരണപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അവരെ ഖബറടക്കുന്നത്. പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പെൺകുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള ഒരു വചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് മൂന്നാമതൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ ഉസ്മാന് നൽകുമായിരുന്നു എന്നുള്ളത്. അത്രയേറെ വളരെ മഹത്തരമായിട്ടുള്ളൊരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് പറഞ്ഞത്, എനിക്കൊരു മൂന്നാമതൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അതും ഞാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നൽകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ കൂടെ ജീവിച്ച സന്ദർഭത്തിൽ അദ്ദേഹം
മറ്റൊരാളെയും വിവാഹം കഴിച്ചിട്ടില്ല. പിന്നീട് അവരുടെ മരണശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 6ഓളം വിവാഹം കഴിക്കുന്നുണ്ട്. അതിൽ മൊത്തം അദ്ദേഹത്തിന് 14 മക്കളുണ്ടായി. മാഷാ അല്ലാഹ്, 14ഓളം മക്കൾ, 9 ആൺകുട്ടികളും 5 പെൺകുട്ടികളും. ഈ 14 മക്കൾ ആരും സ്വഹാബികളല്ല, കാരണം അവരെല്ലാം ജനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷമാണ്. ഈ 14 മക്കളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട 2 മക്കളെ നമ്മൾ പ്രത്യേകമായിട്ട് അറിയേണ്ടതുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അബ്ദുള്ള എന്നറിയപ്പെടുന്ന മകൻ. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഒരു മകന്, വളരെ പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനാണ് അബാൻ ഇബ്ൻ ഉസ്മാൻ ഇബ്ൻ അഫ്ഫാൻ. അബാൻ എന്നറിയപ്പെടുന്ന മകൻ അബാൻ ഇബ്നു ഉസ്മാൻ ഇബ്ൻ അഫ്ഫാൻ. അദ്ദേഹം താബികളിൽപ്പെട്ട വളരെ പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതനാണ്. നിരവധി ഹദീസുകൾ അദ്ദേഹം ശേഖരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ, അതായത് പ്രവാചകന്റെ ജീവിത ചരിത്രം ആദ്യമായി രചിച്ച വ്യക്തി കൂടെയാണ് ഈ അബാൻ ഇബ്നു ഉസ്മാൻ ഇബ്ൻ അഫ്ഫാൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മകൻ. അതിനു മുമ്പ്, അദ്ദേഹം എഴുതുന്നതിന് മുമ്പ് ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം എഴുതിയിരുന്നില്ല. ഉമവി ഖലീഫയായ സുലൈമാൻ ഇബ്ൻ അബ്ദുൽ മലിക്കിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആദ്യമായിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ രചിക്കുന്നത്. അത് നഷ്ടപ്പെട്ടു. പക്ഷേ നമുക്കറിയാം, ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇബ്നു ഇസ്ഹാഖിൻ്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥരചനയ്ക്ക് പ്രധാനമായിട്ട് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് അബാൻ ഇബ്ൻ ഉസ്മാൻ ഇബ്ൻ അഫ്ഫാൻ്റെ ഈ ഒരു സീറ ഗ്രന്ഥമാണ്. അത് പല സ്ഥലത്തായിട്ട്, അത് ഇബ്നു ഇസ്ഹാഖിൻ്റെ ഗ്രന്ഥത്തിൽ പല സ്ഥലത്തായിട്ട് ആ ഒരു ചരിത്രം വ്യാപിച്ച് കിടക്കുകയാണെന്നർത്ഥം. അപ്പോൾ നമ്മൾ ബദറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ബദറിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സന്ദർഭത്തിൽ തീവ്രമായിട്ടുള്ള രോഗാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം തന്നെ അദ്ദേഹം ഭാര്യയെ പരിചരിച്ചുകൊണ്ട് വീട്ടിലിരിക്കുകയാണ്. അതേ സന്ദർഭത്തിൽ അദ്ദേഹം ബദരിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കുകയും ചെയ്തു. പിന്നീട് അടുത്ത സംഭവം ഉഹദാണ്. ഉഹദുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഉഹദിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ശക്തമായിട്ട് പോരാടി. ആദ്യത്തെ പകുതിയിൽ ഉഹദ് നമുക്കറിയാം മുസ്ലിങ്ങൾക്ക് അനുകൂലമായിരുന്നു. രണ്ടാമത്തെ പകുതിയിൽ ഖാലിദ് ബിൻ വലീദ്, അദ്ദേഹം മുസ്ലിങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അദ്ദേഹം മറ്റൊരു വഴിയിലൂടെ യുദ്ധക്കളത്തിലേക്ക് വരികയും എല്ലാ അർത്ഥത്തിലും എന്ത് ചെയ്യണമെന്നറിയാതെ മുസ്ലിങ്ങൾ പരിഭ്രാന്തരാവുകയും പല ആളുകളും ആ പരിഭ്രാന്തിയിൽ പിന്തിരിഞ്ഞോടുകയുണ്ടായി. കാരണം നമ്മളും ചിന്തിച്ചു നോക്കാം, നമ്മുടെ ജീവിതത്തിലാണെങ്കിലും, അതായത് ആയുധമെല്ലാം അവർ നിലത്ത് വെച്ചിട്ട് ഗനീമത്ത് സ്വത്ത് പെറുക്കുന്ന ആ ഒരു തിരക്കിലാണ്. ആ ഒരു സമയത്താണ് ആയുധസജ്ജരായിട്ടുള്ള ഒരു വിഭാഗം ശത്രുക്കൾ പെട്ടെന്ന് യുദ്ധക്കളത്തിലേക്ക് വരുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു പരിഭ്രാന്തിയിൽ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യ സഹജമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഓടുക എന്നുള്ളത്. അപ്പോൾ അതേ രൂപത്തിൽ പരിഭ്രാന്തരായിട്ടൊരു വിഭാഗം മുസ്ലിങ്ങൾ ഓടി. ആ ഒരു കൂട്ടത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു, നിർഭാഗ്യവശാൽ. പക്ഷേ നമുക്കറിയാം, ഉഹദിനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറത്ത് ആൽ ഇംറാന്റെ 153-ാമത്തെ വചനത്തിൽ, ഇന്നല്ലദീന തവല്ലൗ മിൻകും യൗമൽ തഖൽ ജംആനി, അതായത് നിങ്ങൾ 2 സംഘവും ഏറ്റുമുട്ടിയ സന്ദർഭത്തിൽ ഒരു വിഭാഗം പിന്തിരിഞ്ഞ് ഓടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഫല്ലാഹു അൻകും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതായത് അവരെടുത്ത് വന്നൊരു വീഴ്ച, യുദ്ധത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിഞ്ഞ് ഓടാൻ പാടില്ലായിരുന്നു. പക്ഷേ അവരെടുത്ത് അറിയാതെ ഒരു വീഴ്ച വന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു നേരിട്ട് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അഫല്ലാഹു അൻകും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അതായത് അഫ എന്നുള്ള ആ ഒരു പദം തന്നെ മായ്ക്കുക, അതായത് ഒരിക്കലും സംഭവിക്കാത്ത രൂപത്തിൽ മായ്ച്ചു കളയുന്നതിനാണ് അഫ എന്ന് അറബിയിൽ പറയുക. അപ്പോൾ ആ ഒരു ഭാഷ, ആ ഒരു വാക്കുപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ അവർക്ക് പുറത്തു കൊടുത്തു എന്ന് കൃത്യമായിട്ട് ഖുർആനിൽ പറയുന്നുണ്ട്. ഇതും ഞാൻ പറയാനുള്ള കാരണം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വർഷങ്ങൾക്ക് ശേഷം ഒരു വിഭാഗം ആളുകൾ വധിക്കാൻ വരുന്ന സന്ദർഭത്തിൽ അവർ അദ്ദേഹത്തിന് മുമ്പിൽ പറഞ്ഞ പരാതികളിൽ, പ്രധാനപ്പെട്ട പരാതികളിൽ രണ്ടാമത്തെ പരാതിയായിരുന്നു അദ്ദേഹം ഉഹദിൽ പിന്തിരിഞ്ഞോടി എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇതായിരുന്നു അവർക്കുള്ളൊരു ന്യായം, അദ്ദേഹത്തെ വധിക്കാനുണ്ടായിരുന്നൊരു ന്യായം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തെന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടും വീണ്ടും അതേ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേലെ ആരോപണം ഉന്നയിക്കാൻ ഈ വിഭാഗം ആളുകൾ, അതായത് ഒരു യുദ്ധത്തിൽ പോലും പങ്കെടുക്കാത്ത ഈ ആളുകൾക്ക് യാതൊരു രൂപത്തിലുള്ള ന്യായവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതായിരുന്നു അവർ
അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ രണ്ടാമത്തെ കാരണം. അതാണ് ഉഹദുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.